ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പയൽ റീഡിംഗ് എടുക്കാമേ. എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവരും ഇട്ടേക്കുക കേട്ടോ. അപ്പോൾ 2 പയൽ വെച്ചിട്ടാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഇത് ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പൊ തൊട്ട് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിക്കോളും കേട്ടോ. 1ാമത്തെ പയല് ഹൈ പ്രീസ്റ്റസ് ആണ്. 2ാമത്തെ പയല് സ്ട്രെങ്ത് ആണ്. നിങ്ങൾ പ്രാർത്ഥിച്ചൊന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയുന്ന മെഡിറ്റേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം പയല് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ 1ാമത്തെ പയല് ഹൈ പ്രീസ്റ്റസ്, 2ാമത്തെ സ്ട്രെങ്ത്. 2 നല്ല കാർഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഹൈ പ്രീസ്റ്റസ് 1ാമത്തെ കാർഡിന്റെ എനർജി നോക്കാം. അങ്ങനെയാണ് റീഡിങ് നോക്കാം കേട്ടോ. 1ാമത്തെ കാർഡിന്റെ റീഡിങ് നോക്കാം. ഇവിടെ ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ തന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഡിവൈൻ കണക്റ്റഡ് ആണ്, നല്ല രീതിയിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ചെറുപ്പകാലം മുതൽ തന്നെ പ്രാർത്ഥനയിലും ദൈവങ്ങളോട് വളരെയധികം അടുത്ത് ഈ പ്രാർത്ഥനയും വ്രതങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നൊരു വ്യക്തി തന്നെയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ ജീവിതത്തിൽ പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ശക്തമായി പ്രാർത്ഥനയിലേക്ക് മാറിയിട്ടുണ്ട്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, പല പല കാര്യങ്ങൾക്കായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ ഡിവൈൻ കണക്റ്റഡ് ആയിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ വളരെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും പലരും. എല്ലാവരും ആണെന്നില്ല, ഒരുപാട് സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ തരുന്നുണ്ട്. അതായത് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം സാധിച്ചു തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നത് ആരോടാ? യൂണിവേഴ്സിനോട്, അല്ലെങ്കിൽ ദൈവത്തോട്. ദൈവം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ശക്തിയാണ്. പിന്നെ നിങ്ങൾ വിളിക്കുന്ന ഒരാളുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് പേരിട്ട് വിളിക്കുന്ന ഒരു ദൈവം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം യൂണിവേഴ്സ് ആണ്, യൂണിവേഴ്സിന്റെ ഒരു പവർ തന്നെയാണ്. അപ്പൊ എല്ലാം ഒരു ശക്തിയാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. അപ്പൊ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു റീഡിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ കൂടെയുണ്ട് ഹൈ പ്രീസ്റ്റസ്. ഇതിന് ഈ ഒരു വ്യക്തികൾക്ക്, ഈ ഹൈ പ്രീസ്റ്റസ് ആയിരിക്കുന്നവർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ നേർവഴിക്ക് നയിക്കാനുള്ള കഴിവുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയി നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് വന്നിരിക്കുന്ന വ്യക്തികളാണ്. ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്, ഡിവൈൻ പവർ ഉണ്ട്. അതുപോലെ നിങ്ങളിൽ പലരും ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തിരിക്കുന്ന പലരും ഒരുപക്ഷെ ടീച്ചർമാരാവാം. അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂള് കോളേജ് അല്ല, അത് അല്ലാതെ ഏതൊരു വിഷയത്തിലും ടീച്ച് ചെയ്യുന്ന ടീച്ചിങ് പ്രൊഫഷൻ ആക്കിയിട്ടവരാവാം. അങ്ങനെ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന വ്യക്തികളാവാം. അങ്ങനെ ആ രീതിയിൽ ടീച്ചിങ്, ആ ഒരു രീതിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് പറയാം. ദൈവത്തിന്റെ ഒരു വരദാനം തന്നെയാണ് നിങ്ങളിൽ പലരും കേട്ടോ. അതായത് ദൈവം നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് തരുന്നുണ്ട്. ദൈവത്തിലൂടെ അല്ലെ യൂണിവേഴ്സിലൂടെ ആ യൂണിവേഴ്സൽ പവർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഏഞ്ചൽ, നിങ്ങളുടെ ഏഞ്ചലിന്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. ഏഞ്ചലിന്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ആവാം കേട്ടോ. ഒരുപക്ഷെ ഇതൊരു ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം. ഇതൊക്കെയാണ് ഈ ഒരു കാർഡിലുള്ളത്. നമുക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 3-4 കാർഡുണ്ട്, അതും കൂടെ നോക്കാം. 8 പെന്റിക്കിൾസ്, ദ വീല്, 9 swords, ഇത് 2 കപ്പ്.
കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയും കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. ഈ കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തികൾക്കൊരു നിങ്ങളുടെ ഒരു സമയം എന്ന് പറയുന്ന ഒരു നല്ല സമയത്തിലേക്ക് വരികയാണേ. വീൽ ഓഫ് ഫോർച്യൂൺ, ഭാഗ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വരാൻ പോകുന്നത്. അതായത് ഒരു എന്തൊക്കെയോ ലക്ക് നിങ്ങളെ തേടി വരുന്നുണ്ട്, ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതും കൊണ്ട് ഒരു ഏഞ്ചൽ മെസ്സേജ് ആണ്, ഏഞ്ചലാണ് നിൽക്കുന്നത്, ഏഞ്ചൽ മെസ്സേജ് ആണ്. അതായത് ദൈവത്തിന്റെ ദൂതനാണിത്. ഇതൊരു ഭാഗ്യം, നിങ്ങളുടെ ആ ഒരു വീല് ഭാഗ്യ സമയത്തിലേക്ക്, നിങ്ങളുടെ നല്ല സമയത്തിലേക്ക് കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ഡിവൈൻ ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരികയാണ്. പുതിയ തുടക്കം പല കാര്യങ്ങളിലും വരുന്നുണ്ട്. പുതിയ തുടക്കം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാകാൻ പോവാണ്. സഡൻ ചേഞ്ചസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് പ്രോഗ്രസ് ഒക്കെ വരാൻ പോകുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാൻ പോകുന്നു, പുതിയ വീട് വാങ്ങാൻ പോകുന്നു. അങ്ങനെ പുതിയതായിട്ട് എന്തൊക്കെയോ നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാത്തിലും പുരോഗതി ആയിരിക്കും. പുതിയ ബിസിനസ്, പുതിയ ജോലി, വിദേശത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് കാണുന്നവര്, ഈ ഒരു പൈൽ സെലക്ട് ചെയ്തവര്, അതായത് നിങ്ങളുടെ ഭാഗ്യ സമയം എത്തി. മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മിറക്കിൾസ് വരാൻ പോവാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. അത് നിങ്ങൾക്ക് ഏഞ്ചലും മെസ്സേജ് ആയിട്ട് തരികയാണ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ട്രൂ ലവ്, നിങ്ങളുടെ ആ ഒരു ട്രൂ ലവ് നിങ്ങളെ തേടി വരികയാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ട്രൂ ലവ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഉടനെ തന്നെ നിങ്ങൾ ഉടനെ തന്നെ ഒരു കൂടിക്കാഴ്ച കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു വ്യക്തിയായിട്ടൊരു കൂടിക്കാഴ്ച ഉടനെ തന്നെയുണ്ട്. നിങ്ങൾ ചേരേണ്ട വ്യക്തി തന്നെയാണ്. ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് ആണ്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നിരിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയെ. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തിയെ എത്താൻ പോവാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടി നിങ്ങൾക്കായിട്ടൊരു ഗിഫ്റ്റ് തരാൻ പോകുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ വ്യക്തിയായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അകന്നിരിക്കുകയോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതെല്ലാം മറക്കേണ്ടതുണ്ട്, ഫോർഗീവ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫോർഗീവ് ചെയ്യണം. എല്ലാത്തിനും നിങ്ങൾ ഫോർഗീവ്നെസ്, അതെല്ലാം ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നിട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുത്ത് എല്ലാം മറന്ന് മാപ്പ് കൊടുത്ത് നല്ലൊരു ലൈഫിലേക്ക് പോവേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ നോ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പിണങ്ങി മാറിയിരിക്കുന്നവരുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ, കഴിഞ്ഞ തെറ്റുകളെല്ലാം മറന്ന് ഫോർഗീവ് ചെയ്യുക. അതൊക്കെ ഫോർഗീവ് ചെയ്ത് നിങ്ങൾ മാപ്പ് കൊടുത്ത് നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് എന്താ പറയാ, വ്യക്തിയെ കാണാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ മാരേജിന്റെ കാര്യങ്ങൾക്കോ മറ്റെല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ട്രൂ ലവ് ആണ് നിങ്ങളുടെ ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ ട്രൂ ലവിന്റെ കാര്യം. നിങ്ങൾ ആ കാത്തിരിക്കുന്ന വ്യക്തിയുടെ ലവ് വളരെ സത്യസന്ധമായിട്ടുള്ള ലവ് ആയിട്ടാണ് കാണുന്നത്. ഒരു ചീറ്റിംഗ് ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇവിടെയുള്ള കാർഡുകളെല്ലാം വളരെ നല്ല കാർഡുകൾ. ഒരു നിങ്ങൾ ലവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കമാണ് കാണുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷനോ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതൊരു ട്രൂ ലവ് ആയിട്ട് തന്നെ കാണാം. ആ വ്യക്തിയുടെ സ്നേഹത്തിനെ സത്യസന്ധമായിട്ടൊരു ലവ് ആയിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരുമിക്കാനുള്ളവരാണ്. നിങ്ങൾ ഒരുമിച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുമിച്ചൊരു കമ്മിറ്റ്മെന്റ്, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പോകേണ്ട വ്യക്തികൾ തന്നെയാണ്. അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. ഏഞ്ചൽ തരുന്ന മെസ്സേജ് ആണ് കേട്ടോ. നിങ്ങളൊരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ടാണ് പറയുന്നത്. ബാലൻസ്, നിങ്ങളുടെ ലൈഫ്
എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന കാര്യത്തിലോ ഓവറായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഓവറായിട്ട് സന്തോഷം ഓവറായിട്ട് ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങളൊരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. ഒന്നും ഓവറായിട്ട് പാടില്ല എന്നുള്ള, അധികം സന്തോഷിക്കാൻ പാടില്ല, അധികം ദുഃഖിക്കാനും പാടില്ല. അപ്പോ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു സെൽഫ് കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം ഏതൊരു കാര്യത്തിനും. നിങ്ങൾ പേഷ്യൻസ്, ക്ഷമയുള്ളവരായിരിക്കണം. അതൊക്കെയാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. അതാണ് നിങ്ങളോട് പറയുന്നത്. എല്ലാത്തിനും ഒരു ബാലൻസ് വെക്കുക. ഏതൊരു കാര്യത്തിനും ഒരു ബാലൻസിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം, സെൽഫ് കൺട്രോൾ. ഏതൊരു കാര്യത്തിനും ഒരു കൺട്രോൾ, ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. അമിതമായിട്ട് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി, ഇപ്പൊ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ആവാം, ലവേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ഓവറായിട്ട് അവരുടെ കാര്യത്തിലേക്ക് ഇടപെടാൻ പാടില്ല. അല്ലെങ്കിൽ ഓവറായിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പാടില്ല. നിങ്ങളെയും ഓവറായിട്ട് ആരും കൺട്രോൾ ചെയ്യാൻ നിങ്ങളും സമ്മതിക്കേണ്ടതില്ല. അപ്പൊ എല്ലാത്തിനും നിങ്ങൾക്കൊരു സെൽഫ് കൺട്രോൾ, സ്വന്തമായിട്ട് എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം എന്ന് പറയും. അതായത് ഒരു ബാലൻസ്, എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വേണം എന്ന് പറയുന്നുണ്ട്. ഇത് ഏഞ്ചൽ തരുന്നൊരു മെസ്സേജ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഓവറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക്, ഇപ്പൊ ചിലപ്പം നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാവാം, അല്ലെ ഹസ്ബൻഡ് ആവാം, അല്ലെ വൈഫാ, അവരോട് ഓവറായിട്ട് നിങ്ങൾ പല കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ കാര്യത്തിൽ ഓവറായിട്ട് നിങ്ങൾ ഇടപെടുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. നിങ്ങൾ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും അങ്ങോട്ട് പോയത് എന്താ വിളിക്കാതിരുന്നേ, അല്ലെങ്കിൽ എന്താ ഫോൺ എടുക്കാതിരുന്നേ, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യത്തിൽ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ ആക്ഷൻ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓവറായിട്ട് നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ അതിന്റെ പേരിൽ പിണങ്ങിയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. സ്വന്തമായിട്ട് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാം, നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഇത് ചിലർക്ക് നിങ്ങളുടെ കാര്യത്തിൽ, സ്വന്തം കാര്യത്തിനേക്കാൾ മറ്റുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ ലവേഴ്സ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവരുടെ കാര്യത്തിലായിരിക്കും കൂടുതൽ നിങ്ങൾ ഇടപെടുന്നത്. നിങ്ങൾക്ക് അവരുടെ കാര്യത്തിലായിരിക്കും കൂടുതൽ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലോ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യത്തിലോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിലും നിങ്ങളെ ഒന്ന് സെൽഫ് കൺട്രോൾ, നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കൊണ്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏഞ്ചൽ തരുന്ന മെസ്സേജ്. ഇങ്ങനെയൊക്കെ ആരൊക്കെയോ ഉണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ. അപ്പൊ അവർക്ക് ഏഞ്ചൽ തരുന്നൊരു മെസ്സേജ് ആയിട്ട് ഇത് കണക്കാക്കുക കേട്ടോ. 8 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിലാവാം, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് പല കാര്യങ്ങളും. പുതിയ ബിസിനസിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാവാം. ലേണിംഗ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. പഠിക്കാൻ പോകുന്നുണ്ട് പലരും. നിങ്ങളുടെ കരിയറിനെ ഫോക്കസ് ചെയ്ത് പല കാര്യങ്ങൾക്കായിട്ട് പല സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്, എന്താ പറയാ, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ രാജ്യങ്ങളുടെ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടാവാം. അങ്ങനെ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലര് പല കാര്യങ്ങളെയും, പല ബിസിനസ് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ആയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ. അതായത് നിങ്ങളുടെ കരിയറിലേക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സാമ്പത്തികം, അതായത് കരിയറിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ലേൺ ചെയ്യുന്ന, വളരെയധികം പഠിക്കാനായിട്ട് പല രീതിയിൽ പല കാര്യങ്ങൾ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും. കൂടുതൽ സാമ്പത്തികത്തിനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ നല്ല ജോലിക്കായിട്ട്, നല്ല ബിസിനസ്സിനായിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലവ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ, അതായത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ ലഭിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഇവിടെ ഫലമുണ്ട് കേട്ടോ. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ, നിങ്ങൾ ഏതൊരു കാര്യത്തിനായാലും എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ, ആ എഫേർട്ട് എടുക്കുന്നതിനൊക്കെയുള്ള ഫലമായിട്ടാണ് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എഫേർട്ടിന് ഉറപ്പായിട്ടും ഫലമുണ്ട്.
ചിലർക്ക് വളരെയധികം ഫിയർ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് സോർഡ്സ്, വളരെയധികം ഫിയർ, വളരെയധികം പേടിക്കുന്നതായിട്ട് കാണുന്നു. ചില കാര്യങ്ങൾക്ക് വളരെയധികം ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ വളരെയധികം പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് രാത്രിയിലൊന്നും ഉറക്കമില്ലാത്ത രാത്രികൾ, ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നവരൊക്കെയുണ്ട്. ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ജോലിയുടെ കാര്യത്തിലാവാം. അങ്ങനെ നിങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോയിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സമയം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുക. ഇനി നിങ്ങളുടെ കരിയറിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം നടക്കുന്നില്ല. ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തിട്ടും ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടും പോകാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോയിരിക്കുന്ന വ്യക്തികളായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ വിസ വരും, ഇപ്പൊ റെഡിയാവും, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് വിദേശത്തായാലും പോകാനൊന്നും സാധിക്കുന്നില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയവരാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലവിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിക്കുന്നുണ്ടാവാം പല കാര്യങ്ങളിലൂടെ. എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് പെയിൻ ആണ് അനുഭവിക്കുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ ഒക്കെ കടന്നുപോയ വ്യക്തികൾ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സമയമായിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല സമയം നിങ്ങളിലേക്ക് വരികയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾ കൂടുതലായിട്ട് ആ ഒരു വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ലൈഫ് ഒരു ബാലൻസിൽ പോവാം. നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു സമയത്ത്, അതായത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അതിന് മാനിഫെസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് പറയുന്നത്. ഏഞ്ചൽ പറയുന്ന മെസ്സേജസ് ആണ്. നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു സമയമുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സമയം വരെ നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഏത് കാര്യമായാലും അതിനുവേണ്ടി കാത്തിരിക്കുക. അതിന് വിദേശ യാത്രയാവാം, ജോലിയാവാം, വീട് വെക്കാനാവാം, മാരേജ് ആവാം, എന്തിനായാലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് ലഭിക്കും. അതിൻ്റെതായ ഒരു സമയം വേണമെന്നേ ഉള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാർത്ഥിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, കേട്ടോ. അത് ലഭിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഇതും ഏഞ്ചൽ തരുന്ന മെസ്സേജ് ആണ്, കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് ഫസ്റ്റ് പൈലിന്റെ റീഡിങ്. എന്റെ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് ഇത് റെസനേറ്റ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക വിഷയത്തിലായാലും ഒരുപാട് കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ റീഡിങ് തീർച്ചയായിട്ടും റെസനേറ്റ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ഏതൊരു കാര്യത്തിനായാലും ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും, കേട്ടോ. വിടേണ്ട കാര്യമില്ല. എല്ലാത്തിനും ദൈവത്തിൽ അർപ്പിക്കുക, യൂണിവേഴ്സിനെ അർപ്പിക്കുക, യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കേട്ടോ. രണ്ടാമത്തെ പൈൽ നോക്കാം. രണ്ടാമത്തെ പൈൽ സ്ട്രെങ്ത് ആണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെ കാണിക്കുന്നത്, കേട്ടോ. പേഴ്സണൽ പവർ, വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ. സിംഹത്തിൽ നിന്ന് അടുത്തിരിക്കുന്ന ലേഡി, അതായത് സിംഹത്തിനടുത്ത് പോലും നിൽക്കാൻ കഴിയുന്നത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെയാണ് കാണിക്കുന്നത്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ലേഡീസ് ആവാം, ജെന്റ്സ് ആവാം, അത്ര പവർഫുൾ ആയിട്ടുള്ളവരാണ്. അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നവര്. നല്ല ദയുള്ളവരാണ്, മറ്റുള്ളവരോട് വളരെ സ്നേഹമുള്ളവരാണ്, ദയുള്ളവരാണ്, സഹായിക്കാൻ മനസ്സുള്ളവരാണ്, മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ക്ഷമിക്കാനായിട്ട് മനസ്സുള്ളവരാണ്. ഫോർഗീവ്നെസ്, വൈരാഗ്യമൊന്നും വെച്ചുകൊണ്ടിരിക്കത്തില്ല, ക്ഷമിക്കാൻ തയ്യാറുള്ളവരാണ്. മറ്റുള്ളവർ എന്ത് ചെയ്താലും ക്ഷമിക്കാൻ തയ്യാറാണ്. കാരണം ഇവര് ഡിവൈൻ പവറാണ്. കാരണം ഇവര് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അവർ ഈ ഒരു പ്രശ്നത്തിനെയൊക്കെ തരണം ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ, അവരെ തളർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി അവര് ഇതുപോലെ എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം തരണം ചെയ്യാൻ പറ്റും.
എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറി. വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. കാർഡുകൾ നോക്കാം. ട്രാൻസ്ഫർമേഷൻ, ചാരിയറ്റ്, 7 of swords, 8 of wands, ജസ്റ്റിസ്. ഇതൊരു ഏഞ്ചൽ മെസ്സേജ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ കാർഡുകള്. ഇതിനകത്തൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്കൊരു പുതിയ തുടക്കം കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും, നീതി കിട്ടാൻ പോകുന്നു. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പല പല ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഈവൻറ്റ്സ് വരുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് എന്താ പറയുക, ഒരു ഇതുണ്ട് ഇവിടെ പൂത്തിരി കത്തുന്ന. നിങ്ങൾക്ക് എന്തൊക്കെ ഈവൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് ആഘോഷങ്ങൾ വരികയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മാരേജ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊരു നിങ്ങളുടെ മാരേജ് നടക്കാൻ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് നടക്കാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ആഘോഷം അത് മറ്റുള്ളവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. സ്വന്തമായിട്ടൊരു വീട് വെച്ചതിന്റെ സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നല്ല നല്ല ആഘോഷങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ പോകുന്നുണ്ട്. പല പല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ഒരുപക്ഷെ നിങ്ങൾ പുതിയ നല്ല എന്തെങ്കിലും ഷോപ്പുകൾ തുടങ്ങുന്നുണ്ടാവാം, നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം, വിദേശത്ത് പോകാൻ എല്ലാം പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിന്റെ സന്തോഷത്തിൽ എന്തൊക്കെയോ നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി കുട്ടി ഉണ്ടാവാത്ത ചിലർക്ക് കുട്ടി ഉണ്ടായതിന്റെ ആഘോഷമാവാം, മാരേജിന്റെ സെലിബ്രേഷൻ ആവാം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയതായിട്ട് എന്തൊക്കെയോ ആരുടെയൊക്കെ ലൈഫിലേക്ക് ആഘോഷങ്ങൾ, പുതിയ പുതിയ ആഘോഷങ്ങൾ വരുന്നു, സെലിബ്രേഷൻ, നിങ്ങൾ എന്തൊക്കെയോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയതായിട്ടൊരു നല്ലൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വരാൻ പോകുന്നുണ്ട്. ആർക്കൊക്കെയോ നല്ല റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള റിലേഷൻഷിപ്പ് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ ഇതുവരെ ഫ്രണ്ട്ഷിപ്പിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നല്ല റൊമാൻറ്റിക് സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. ചിലർക്ക് വളരെ ഡീപ്പ് ചില ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ലഭിക്കാൻ പോകുന്നുണ്ട്. ചിലർക്കൊരു ലവ് ലെറ്റർ ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആരുന്നോ ലവ് ലെറ്റർ, ഇപ്പം ലെറ്റർ ഇല്ലാത്തതുകൊണ്ട് മെസ്സേജസ് ആവാം, അല്ലെങ്കിൽ ഫോൺ കോൾ ലഭിക്കാൻ പോകുന്നുണ്ട്. ചിലർ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നായിരിക്കും ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ വീട് വേണമെന്ന്. നിങ്ങൾക്ക് ഒരു വീട് ലഭിക്കാൻ പോകുന്നുണ്ട്. ആർക്കോ അല്ലെങ്കിൽ ആരൊക്കെയോ നിങ്ങൾ വീട് വെക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വീട് ലഭിക്കാൻ പോകുന്നുണ്ട്. ആർക്കൊക്കെ വീട് നിങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട്, പുതിയ വീട് വെക്കാൻ പോകുന്നുണ്ട്, അല്ല പഴയ വീട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നു. അങ്ങനെയൊക്കെ വീട് ലഭിക്കാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പ് ലഭിക്കുന്നു, പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ലഭിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പല കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കോടതിപരമായിട്ടുള്ള കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോവാണ്. നീതി നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഭാഗം ജയിക്കാൻ പോകുന്നുണ്ട്. ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ ഭാഗത്ത് ജസ്റ്റിസ് ലഭിക്കും, നീതി ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ഭാഗത്താണ് വിജയം. നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. ഏത് കാര്യത്തിലായാലും നിങ്ങൾ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ട്. ഡിവോഴ്സിൽ നിങ്ങൾക്ക്
ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് നാളായിട്ട് അതിന് ട്രൈ ചെയ്തിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കാൻ പോകുന്നു. ഇനി വീട് വസ്തുവോ വീടോ അതിന്റെയൊക്കെ കാര്യത്തിൽ, കേസിന്റെ കാര്യത്തിലൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ ഭാഗത്ത് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ. റിവാർഡ്, പലർക്കും പല കാര്യത്തിലും റിവാർഡ് ലഭിക്കാൻ പോകുന്നുണ്ട്. റിവാർഡ്, നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിവാർഡ് ലഭിക്കാൻ പോകുന്നുണ്ട്. പല കാര്യങ്ങളും സക്സസിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും സക്സസ് ആവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന ഇതിനേക്കാൾ അധികമായിട്ട് പല സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക, ആ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് എന്താ പറയാ, ഇതിനു വേണ്ടിയിട്ട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഒരുപാട് സ്ട്രെയിൻ, ഒരുപാട് ഹാർഡ് വർക്ക്, നിങ്ങൾ അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനാൽ കൂടുതൽ സക്സസ് ലഭിക്കാൻ പോകണം. നിങ്ങൾ അത് വിശ്വസിക്കുന്നതാണ് ലഭിക്കുന്നത് കേട്ടോ. 7 ഓഫ് സോർട്സ് കാണുന്നുണ്ട്. ചിലർക്കൊരു നിങ്ങളുടെ സാധനങ്ങളൊക്കെ കളവ് പോയിട്ടുണ്ടോ, ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു നിങ്ങൾക്ക് ഈയിടെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മോഷണം പോകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 7 ഓഫ് സോർട്സ് ആണ്. ഒരു കള്ളൻ ഒരു മോഷണം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും മോഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു സംഭവം നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. അതായത് മെറ്റീരിയൽ ആണ് കേട്ടോ. നിങ്ങളുടെ എന്തോ സാധനങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. മെറ്റീരിയൽ ലോസ്. നിങ്ങൾ മറ്റുള്ളവരെ വിശ്വസിച്ച് കൊടുത്ത എന്തോ സംഭവം അവരെ പറ്റിച്ചതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും, ഇതിപ്പം റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കൊരു ചീറ്റിങ് കാണുന്നുണ്ട്. നിങ്ങളെ ആരോ ചീറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റിങ്ങിൽ പെട്ടതായിട്ട് കാണുന്നു. റിലേഷൻഷിപ്പിലായിരിക്കാം ഒരുപക്ഷെ. റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ആയിരിക്കും ഒരുപാട് നാളെ നിങ്ങൾ ഒരുപക്ഷെ ലവേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ മറ്റൊരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എങ്ങനെയോ നിങ്ങളെ അത് ചീറ്റ് ചെയ്തു. നിങ്ങൾ ഉപയോഗിക്കാവുന്ന രീതിയിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ഒരുപാട് പണം നിങ്ങളിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ യൂസ് ചെയ്തിട്ടുണ്ടാവാം. അതിനുശേഷം നിങ്ങളെ ആ ഒരു വ്യക്തി നോ കോണ്ടാക്റ്റിലാക്കിയിട്ടുണ്ടാവാം. നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഏതൊക്കെയോ വഴിയിലൂടെ ചീറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും ഉണ്ട് കേട്ടോ. സാമ്പത്തികമായും ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ചീറ്റിങ്ങിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടോ അങ്ങനെ ചില വ്യക്തികൾക്ക് ഒരു ജസ്റ്റിസ് അവിടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നീതി കാണിക്കുന്നുണ്ട് കേട്ടോ. സ്ട്രോങ് ആയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി ലഭിക്കും, ഒരു ജസ്റ്റിസ് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചീറ്റിങ്ങിൽ പെട്ട വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ജസ്റ്റിസ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഒരു ജസ്റ്റിസ്, ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ. എല്ലാം ഏഞ്ചൽ മെസ്സേജസ് ആണ്. ചില റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചീറ്റിങ്ങിലൊക്കെ പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാവാം ചില റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അതിലൂടെ നിങ്ങൾ ഫ്രീ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും, ഒരുപക്ഷെ നിങ്ങൾ മാരേജ് ലൈഫിൽ നിന്നും നിങ്ങളുടെ മാരേജ് ലൈഫിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഒരു നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അവിടെയും ചീറ്റിങ്, ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി മറ്റൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടാവാം, ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുടിയും ബഹളം, അല്ലെങ്കിൽ അടി അങ്ങനെ ഒത്തിരി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ നോക്കില്ല, കുട്ടികളുടെ നോക്കില്ല, അങ്ങനെയൊക്കെ വളരെ നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഡിവോഴ്സ് നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ ഫ്രീ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മെന്റലി
ഫ്രീ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. പല രീതിയിൽ നിങ്ങളുടെ ലൈഫ് ഫ്രീ ആവുന്നതായിട്ട് കാണുന്നതായിട്ട് പലർക്കും. അങ്ങനെയുള്ള ഏതൊക്കെയോ ഒരു ഒരുപാട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ലൈഫിൽ പെട്ടിട്ട് അതിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കേസൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം, കോടതിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് റിലീസ് ആകുന്നു, നിങ്ങൾ മോചിതരാകുന്നു കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ മെന്റലി, അതായത് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് ഫ്രീ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആരൊക്കെയോ അതിനായിട്ട് ശ്രമിച്ചിരുന്ന, അതിനായിട്ട് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ബന്ധം വേർപെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച് കോടതിയിലെല്ലാം കയറി ഇറങ്ങി വിഷമിച്ച് ഒരുപാട് നാളായിട്ട് അതിനായിട്ട് നടന്നിരുന്ന വ്യക്തികൾ, നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു കാര്യം നടന്നു കിട്ടി, നിങ്ങൾ ആ ഒരു ലൈഫിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് ഫ്രീ ആയി, ആ ഒരു കാര്യത്തിൽ നിന്ന് ഫ്രീ ആയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം, ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ചേഞ്ച് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചിലർ അങ്ങനെ ഒരു ബന്ധം വേർപെടുത്തി മറ്റൊരു നല്ലൊരു ബന്ധത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു വിവാഹ ബന്ധം മുന്നിലുണ്ടായിരിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഡിവോഴ്സിന് ഒരുങ്ങി അതിന് ആ ഒരു കാര്യം നടന്നു കിട്ടി നിങ്ങൾ പുതിയ ബന്ധത്തിലേക്ക് പോകുന്നത്, പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ചീറ്റിങ്ങിൽ പെട്ടിരിക്കുന്ന ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഫ്രീ ആക്കി വിട്ട് നിങ്ങൾ ലൈഫ് ഒന്ന് പുതിയ തുടക്കത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഏഞ്ചൽ ഒരു മെസ്സേജ് തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ലൈഫിലൂടെ വിഷമിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ചീറ്റിങ്ങിൽ നിന്ന് നിങ്ങൾ മോചിതരായിട്ട് നിങ്ങളുടെ ലൈഫിനെ ഫ്രീ ആക്കി വിടാൻ പറയുന്നുണ്ട്. അതായത് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കാനല്ല പറയുന്നത് ഏഞ്ചല്. നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ലൈഫിൽ നിന്ന് മാറിയിട്ട് വീണ്ടും നിങ്ങൾക്ക് പുതിയൊരു തുടക്കം ലൈഫിലുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക. പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത്, പ്രശ്നങ്ങളൊക്കെ ലൈഫായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇഷ്ടംപോലെ. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയി ഇനിയും ലൈഫുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ആ ചീറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് പ്രോബ്ലം ഉള്ളതിനെയൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുക. അതിൽ നിന്നൊക്കെ മോചിതരാവുക. നിങ്ങൾ അതിനെയൊക്കെ മാറ്റിയിട്ട് ആ ഒരു ബുദ്ധിമുട്ടേറിയ ലൈഫിനെ കളഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിനെ ഫ്രീ ആക്കി എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയൊരു ലൈഫ് വീണ്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം പറ്റും ഇവിടെ പറയുന്നുണ്ട്. ഏഞ്ചൽ തരുന്ന മെസ്സേജ് ആട്ടോ. 2 ഏഞ്ചൽ ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ നശിപ്പിച്ച് കളയേണ്ടതില്ല. ചിലർക്ക് അങ്ങനെ തോന്നും, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നതിനെ മാറ്റിക്കളയുക. നിങ്ങളുടെ ലൈഫ് വീണ്ടും ഫ്രീ ആക്കി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടിരിക്കുക. അതിന് സ്ട്രോങ് ആയിട്ടിരിക്കുക. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾ സ്ട്രോങ് ആവണം. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. നിങ്ങളെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളൊരു വാല്യൂ കൊടുക്കുക നിങ്ങളുടെ ലൈഫിന്. അല്ലാതെ മറ്റുള്ളവരുടെ കളിപ്പാട്ടമായിട്ട് നിങ്ങളുടെ ലൈഫ് നശിപ്പിച്ച് കളയേണ്ടതില്ല. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്ന് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും എന്നൂടെ ഏഞ്ചൽ നിങ്ങളോട് ആരോടൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ടിരുന്നെങ്കിൽ മാത്രം, നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഏതൊരു പ്രശ്നത്തിനെയും തരണം ചെയ്യാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊക്കെ രക്ഷപ്പെടാൻ പറ്റൂ. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ അത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ വാല്യൂ തീർച്ചയായിട്ടും കൊടുക്കണം. നിങ്ങൾക്കൊരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്, നിങ്ങൾക്കൊരു സോളുണ്ട്. നിങ്ങളുടെ സോളിനോട് ആത്മാർത്ഥത കാണിക്കണം. നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുടെ സോളിനെ സ്നേഹിക്കണം കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് മോചിതരായിട്ട് ഒരു ജസ്റ്റിസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. നിങ്ങൾ അതിനായിട്ട് ഒരുങ്ങിയാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിനെയും ഒരുപാട് സെലിബ്രേഷനായിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സെലിബ്രേഷൻ ഇനിയും വരും എന്നൊക്കെയാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇത് ആർക്കൊക്കെയുള്ള റീഡിംഗ് ആണെന്ന് എനിക്കറിയില്ല. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.